നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അവസാനം ട്രംപിന്റെ മനസ്സങ്ങ് മാറി. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ വാഷിംഗ്ടണിലെത്തി. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരുവരും പുതിയ വ്യാപാര കരാറിനെ സ്വാഗതം ചെയ്തു. കരാറ് പ്രകാരം ചില ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ 18% കുറയ്ക്കാൻ US സമ്മതിച്ചിട്ടുണ്ട്. വിദേശകാര്യമന്ത്രിയുടെ 3 ദിവസത്തെ US സന്ദർശനത്തിന്റെ ഭാഗമാണ് ഇത്. ഇന്ത്യ അമേരിക്ക ബന്ധം ഊർജിതപ്പെടുത്താനുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഇരു നേതാക്കളും വിശദമാക്കിയിട്ടുണ്ട്. വാഷിംഗ്ടണിൽ നടക്കുന്ന അന്താരാഷ്ട്ര ക്രിട്ടിക്കൽ മിനിറ്റ്സിൽ ഉച്ചകോടിയിൽ ഇന്ന് ഇന്ത്യയടക്കം 50 രാജ്യങ്ങൾ പങ്കെടുക്കും. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസ്റ്ററുമായും എസ് ജയശങ്കർ ചർച്ചകൾ നടത്തി. ഇന്ത്യ US വ്യാപാര കരാറും സാമ്പത്തിക സഹകരണവുമായിരുന്നു ചർച്ചയിലെ പ്രധാന വിഷയങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ട്രംപും തമ്മിലുള്ള ടെലിഫോൺ ചർച്ചയെ തുടർന്ന് തിങ്കളാഴ്ച പ്രഖ്യാപിച്ച ഇന്ത്യ US വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനം. കരാർ പ്രകാരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ 25% നിന്ന് 18% കുറയ്ക്കാൻ വാഷിംഗ്ടൺ സമ്മതിച്ചിട്ടുണ്ട്. ഇത് ഉടനടി പ്രാബല്യത്തിൽ വരും. പ്രഖ്യാപനത്തിന് പിന്നാലെ ജയശങ്കർ വ്യാപാര കരാറിനെ സ്വാഗതം ചെയ്തു. ഈ കരാറ് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുമെന്നും നൂതന ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുമെന്നും ഇന്ത്യയുടെ പ്രധാന സംരംഭമായ മേക്ക് ഇൻ ഇന്ത്യയെ ശക്തിപ്പെടുത്തുമെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. US പ്രസിഡന്റായ ട്രംപ് രണ്ടാമതും തിരഞ്ഞെടുത്തപ്പോൾ ഇന്ത്യ US ബന്ധം കൂടുതൽ ഉയരങ്ങളിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചവർ ഏറെയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ള ഊഷ്മള ബന്ധമായിരുന്നു ഇതിന് അടിസ്ഥാനം. എന്നാൽ നിരാശപ്പെടുത്തുന്ന തീരുമാനങ്ങളാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പകരച്ചുങ്കം ആയുധമാക്കി. പകരച്ചുങ്ക പദ്ധതിയുമായി ട്രംപ് ലോകരാജ്യങ്ങളുടെ മേൽ നിയന്ത്രണം കൈയാളിനെത്തിയപ്പോൾ ഇന്ത്യ കൃത്യമായി തന്നെ അകലം പാലിച്ചു. 2025 ഏപ്രിലിൽ ആരംഭിച്ച ഇന്ത്യ US വ്യാപാര കരാർ ചർച്ചകളിലും ഇത് പ്രതിഫലിച്ചു. ഇരു രാജ്യങ്ങളിലും തമ്മിൽ വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുമ്പോൾ ഇതായിരുന്നു കഴിഞ്ഞ 7 മാസങ്ങളിലെ പ്രധാന സംഭവങ്ങൾ. 2025 ഏപ്രിൽ US വൈസ് പ്രസിഡന്റ് JC വാൻസ് സന്ദർശനത്തിനായി ഇന്ത്യയിൽ എത്തിയപ്പോൾ ഇരു രാജ്യങ്ങളും വ്യാപാര കരാറിന്റെ അന്തിമ രൂപം തയ്യാറാക്കി. ജൂലൈ ആദ്യവാരത്തോടെ കരാർ ഒപ്പിടാൻ ഇന്ത്യ സന്നദ്ധത അറിയിച്ചിരുന്നു. 2025 മെയ് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ അമേരിക്ക സന്ദർശിച്ചു. വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുന്നു. ഇരുപക്ഷവും കരാറിലേക്ക് അടുക്കുന്നുവെന്ന സൂചനകളും വന്നു. 2025 ജൂൺ ഇന്ത്യ US വ്യാപാര കരാർ വലിയ കരാറാണ് എന്ന ട്രംപിന്റെ വീക്ഷണവും വന്നു. അതേസമയം US കാർഷിക ഇറക്കുമതിയിൽ ഇന്ത്യ മുഖം തിരിച്ചു. ചർച്ചകൾ സ്തംഭിച്ചു. ജൂൺ 20 വാഷിംഗ്ടൺ സന്ദർശിക്കാനുള്ള ട്രംപിന്റെ ക്ഷണം പ്രധാനമന്ത്രി മോദി നിരസിച്ചു. പിന്നാലെ പാകിസ്ഥാനുമായി കൂടുതൽ അടുത്ത USന്റെ സമ്മർദ്ദം ഉണ്ടായി. 2025 ജൂലൈ കരാർ യാഥാർത്ഥ്യമാക്കുമെന്ന് ഇന്ത്യ പ്രതീക്ഷിച്ച ജൂലൈയിലും കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല. ചർച്ചയ്ക്ക് പോയ ഇന്ത്യൻ പ്രതിനിധി സംഘം US-ൽ നിന്ന് തിരിച്ചെത്തി. പിന്നാലെ എല്ലാ ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്കും 25% തീരുവ പുനഃസ്ഥാപിച്ച US രംഗത്ത് വന്നു. റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങിയാൽ പിഴ ചുമത്തുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പ്. 2025 ഓഗസ്റ്റ് റഷ്യൻ എണ്ണ വാങ്ങിയതിന് ഇന്ത്യക്ക് മേൽ പിഴ തീരുവ ചുമത്തി. ആകെ തീരുവ 50% ഉയർന്നു. 6ാം റൗണ്ട് ഉഭയകക്ഷി വ്യാപാര ചർച്ചകൾക്കായി US സംഘം ഇന്ത്യയിലെത്താൻ തീരുമാനിച്ചെങ്കിലും സന്ദർശനം റദ്ദാക്കി. 2025 സെപ്റ്റംബർ US-ഉം ഇന്ത്യയും അടുത്ത സുഹൃത്തുക്കളാണെന്ന് ട്രംപ് പറഞ്ഞു. ഇന്ത്യ US വ്യാപാര കരാർ ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്ന് വിശ്വാസം പ്രകടിപ്പിച്ചു. 2025 ഒക്ടോബർ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്ന് മോദി ഉറപ്പ് നൽകിയതായി ട്രംപിന്റെ അവകാശവാദവും. വാദം നിഷേധിച്ച ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. 2025 നവംബർ ഇന്ത്യ US വ്യാപാര കരാർ ചർച്ചകൾ തീരുമാനമായില്ല. 2025 ഡിസംബർ ട്രംപിനെ ഫോണിൽ വിളിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. 2026 ജനുവരി പുതിയ ഇന്ത്യൻ സ്ഥാനപതി സെർജിയോ ഗോർ ചുമതലയേറ്റു. ഇരു രാജ്യങ്ങളും ഇന്ത്യ US വ്യാപാര കരാറിനായി ചർച്ചകൾ നടത്തുന്നതായി പ്രഖ്യാപനം. 2026 ഫെബ്രുവരി ഇന്ത്യൻ ഇറക്കുമതിയുടെ തീരുവ 50% നിന്ന് 118% കുറച്ചുകൊണ്ട് ട്രംപിന്റെ പ്രഖ്യാപനം. കരാർ യാഥാർത്ഥ്യമായെന്ന US ഇന്ത്യ ഭരണകൂടങ്ങളും സ്ഥിരീകരണം. അതേസമയം ഇന്ത്യ US വ്യാപാര കരാർ യാഥാർത്ഥ്യമായി എന്ന് ഇരു രാജ്യങ്ങളും സ്ഥിരീകരിക്കുമ്പോഴും ആർക്കാണ് കൂടുതൽ നേട്ടമെന്ന ചർച്ചകളും ആരംഭിച്ചു കഴിഞ്ഞു. 2025 മാർച്ചിൽ ആരംഭിച്ച വ്യാപാര കരാറിന്റെ ചർച്ചകളാണ് US-ൽ നിന്നും അപ്രതീക്ഷിത പ്രഖ്യാപനത്തിലൂടെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയത്. ഒരു വേള ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ കല്ലുകടിയായി വ്യാപാര കരാർ മാറിയിരുന്നു. പക്ഷേ മാസങ്ങൾ താമസിച്ചെങ്കിലും വ്യാപാര കരാറിലൂടെ കുറഞ്ഞ തീരുവ സ്വന്തമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ഇന്ത്യക്ക് ചുമത്തിയ പകരം തീരുവ 18% കുറച്ചതായി ഇന്നലെ രാത്രി ട്രംപ് സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചതോടെ അയൽ രാജ്യങ്ങൾ വച്ചും മികച്ച നേട്ടം ഇന്ത്യ സ്വന്തമാക്കി. ഇത് രാജ്യത്തിന്റെ കയറ്റുമതിക്ക് മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷ. അയൽ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്താൽ
ഇന്ത്യക്കാണ് കുറഞ്ഞ തീരുവ US ചുമത്തിയിട്ടുള്ളതെന്ന് വ്യക്തമാണ്. ഇന്ത്യക്ക് പകരം തീരുവ 18% കുറച്ചപ്പോൾ അയൽ രാജ്യമായ മ്യാൻമാർ, ചൈന, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിങ്ങനെയാണ്. ചൈനയ്ക്കും ബംഗ്ലാദേശിനും ഉയർന്ന തീരുവയുള്ളത് ഇന്ത്യയുടെ റെഡിമെയ്ഡ് വസ്ത്രം കയറ്റുമതിക്ക് സഹായകരവുമാകും. കയറ്റുമതിയിൽ ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്തുന്ന വിയറ്റ്നാമിനുള്ള തീരുവയും ഇന്ത്യയെക്കാളും മുകളിലാണ്, അതായത് 20%. അതേസമയം US കൂടുതൽ തീരുവ ചുമത്തുന്ന മറ്റ് രാജ്യങ്ങളിൽ ബ്രസീലാണ് ഒന്നാമത്. ലവോസ്, അതുപോലെ ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾ മേലും ഉയർന്ന തീരുവ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇന്ത്യയെക്കാളും തീരുവ കുറഞ്ഞ രാജ്യങ്ങളുടെ പട്ടികയിൽ പ്രധാനമായും യൂറോപ്യൻ രാജ്യങ്ങളാണ് ഉള്ളത്.